രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമാണ് രാജാ രവിവർമ്മ. അദ്ദേഹത്തിന്റെ ഓരോ ചിത്രത്തിനും ഓരോ കഥ പറയാനുണ്ട്. ലോകം കണ്ട ചിത്രകാരന്മാരിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രകാരനാണ് രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയുടെ 135 ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ആർട്ട് ഗാലറി സജ്ജമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം പേയാടുള്ള കണ്ണശ മിഷൻ ഹൈസ്കൂൾ. എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ആർട്ട് ഗാലറി കുട്ടികൾക്ക് വേണ്ടി സജ്ജീകരിക്കാൻ തോന്നിയത്? ഇപ്പോഴല്ല മോളെ, ഇത് കുറച്ചധികം കാലമായി ഈ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ട് ഒരു 2 വർഷക്കാലത്തോളമായി ഇതിൻ്റെ കളക്ഷൻ തുടങ്ങിയിട്ട്. കാരണം രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളുടെ ഒറിജിനലുകൾ വിദേശത്തും സ്വദേശത്തും ഏറ്റവും റോയലായിട്ടുള്ള ആൾക്കാരുടെ കൈകളിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇതിന് അത്രയും മാത്രം മൂല്യമുണ്ട്, അതിന് വിലയുണ്ട്. അപ്പോൾ അത് വാങ്ങി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ഇന്ത്യയിൽ മാത്രം വിദേശത്ത് ഉൾപ്പെടെയുള്ള പ്രഭുക്കന്മാരുടെയും ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ അതിൻ്റെയൊക്കെ വലിയ പ്രഭുക്കന്മാരുടെയൊക്കെ ചിത്രങ്ങളാണ്. പിന്നെ അദ്ദേഹം വരച്ച നമ്മുടെ നാട്ടുരാജാക്കന്മാർ, അവരുടെ അമ്മ തമ്പുരാട്ടിമാർ, അങ്ങനെയുള്ളവരുടെയാണ്. സാധാരണക്കാരുടെ ചിത്രങ്ങൾ വളരെ കുറവാണ്. കാരണം അതിന് ചിത്രത്തിൻ്റെ മൂല്യം മാത്രമേ ഉള്ളൂ. മറ്റു ആ ചിത്രത്തിലെ ഫോട്ടോ ആരുടേതാണോ അവർ ലക്ഷങ്ങൾ മുടക്കി അല്ലെങ്കിൽ അന്നത്തെ ആയിരങ്ങൾ മുടക്കി വരയ്ക്കാൻ ധനം ചെലവഴിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇത് കിട്ടുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുപോലെ ഫോട്ടോസാണ് ഇതെല്ലാം, അദ്ദേഹം വരച്ച ചിത്രങ്ങളുടെ ഫോട്ടോസാണ്. അപ്പോൾ അത് കളക്ട് ചെയ്യുമ്പോൾ ഗൂഗിളിലൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അത് ഫ്രെയിം ചെയ്യത്തക്ക രീതിയിലുള്ളൊരു ക്വാളിറ്റി ആ ഫോട്ടോയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വിവിധ ചിത്രങ്ങൾ കിട്ടിയത് മുഴുവൻ കളക്ട് ചെയ്ത് അതിൽ ഒരേ ഫോട്ടോ തന്നെ ചിലപ്പോൾ പലയിടത്തുനിന്ന് കിട്ടുന്നത് പല ക്വാളിറ്റിയിലായിരിക്കും. അത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് മാത്രം എടുത്ത് അത് ഫയൽ ചെയ്ത് അതൊരു പ്രത്യേക വലിപ്പത്തിൽ ഡിസൈൻ ചെയ്ത് അതിനെ ഒരു ഫ്രെയിമിനകത്ത് കയറ്റി എടുക്കുക എന്നുള്ളതാണ്. 2 വർഷക്കാലത്തിലേറെ സമയമെടുത്തു എന്ന് വേണമെങ്കിൽ പറയാതാണ്. അത്രയും സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് ഇതിനകത്ത്, ഇത്രയും ചിത്രങ്ങൾ കണ്ടെത്തി കിട്ടി കൊണ്ടുവരിക എന്നുള്ളത് തന്നെ. പക്ഷേ ഇത് ഗവൺമെൻറ് വിചാരിച്ചാൽ ഈസിയായി പറ്റും. കാരണം ഈ ഗവൺമെൻറ് അത്രയും വില കൊടുക്കണം ഒറിജിനൽ കിട്ടണമെങ്കിൽ. അദ്ദേഹത്തെ നേരിട്ട് ചിത്രം വരച്ച എണ്ണച്ചായ ചിത്രം കിട്ടണമെങ്കിൽ അത്രയും വില അതിനുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയവും സ്ട്രെയിനും ഞങ്ങൾക്കുണ്ടായി. ഞങ്ങളുടെ സ്കൂളിൽ ധാരാളം കുട്ടികൾ നല്ല ചിത്രരചനകാരന്മാരാണ്. അപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആർട്ട് ഗാലറി. ഈ ആർട്ട് ഗാലറി രാജാ രവിവർമ്മ മാത്രമല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണാം 70ഓളം വിശ്വോത്തരന്മാരായ മിടുക്കന്മാരായ ചിത്രകാരന്മാരുടെ ഫോട്ടോയും അവർ വരച്ച ലോകപ്രസിദ്ധങ്ങളായ അവരുടെ 2 ചിത്രങ്ങൾ അതും കൂടി ഞങ്ങൾ ആ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് ചിത്രകലയിൽ പ്രഗത്ഭനായാലും ഈ നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നൊരു ആഗ്രഹമോ തോന്നലോ ഒക്കെ കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെയാണ് തയ്യാറാക്കിയത്. ഇപ്പോൾ ഞാൻ വലിയ സന്തോഷത്തിലാണ്. കാരണം 2 വർഷം കൊണ്ട് ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ പുറകെ മാത്രം ഓടി 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 അവസാനം ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. ആദ്യം ഫിനിഷ് ചെയ്തോ രണ്ടാമത് ഫിനിഷ് ചെയ്തോ എന്നുള്ളതല്ല, ഏതാണ്ട് ആഗ്രഹിച്ചതുപോലെയുള്ള ചിത്രങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട്. ഒന്ന്, ഈ ചിത്രങ്ങൾക്ക് ഓരോ ചിത്രത്തിനും ഓരോ ചരിത്രം ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് വേണ്ടി വരച്ച ചിത്രം, എൻ്റെ ചിത്രം ഞാൻ വരച്ചു, അത് വലിയ ചരിത്രം ഉണ്ടാവില്ല. പക്ഷെ അല്ലാത്ത മഹാഭാരതം അല്ലെങ്കിൽ ഓരോ നിങ്ങൾ നോക്കിയാൽ മതി, ഓരോ ചിത്രങ്ങൾ ഓരോ ഇതിഹാസ ഗ്രന്ഥങ്ങളിലെ ഓരോ എന്താ പറയുക ഓരോ സംഭവങ്ങളെയാണ് അദ്ദേഹം ചിത്രങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. ഇതിനകത്ത് ആ ജഡായുവിൻ്റെ ചിറക് മുറിക്കുന്ന ചിത്രത്തിൽ ആ രാവണൻ്റെ വേഷം കെട്ടി നിൽക്കുന്ന ആള് ശബരിമല തീപിടുത്തം കഴിഞ്ഞ് പുനർനിർമ്മിച്ച ശില്പിയാണ് അതിൻ്റെ മോഡൽ. അപ്പോൾ ആ ശില്പിയാണ് ഇതിൻ്റെ മോഡൽ എന്നുള്ളത്. ആ ശബരിമലയുടെ പുനർനിർമ്മാണത്തിൻ്റെ ആളിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ കിട്ടി. അതാണ്, അങ്ങനെ നമുക്കതിനെ മനസ്സിലാക്കാം. അങ്ങനെ ഇതിനകത്ത് വലിയ നമ്മൾ നോക്കുമ്പോൾ മുകളിൽ നോക്കുമ്പോൾ ആദ്യത്തെ റോയിൽ ഞാൻ വെച്ചിരിക്കുന്നത് അദ്ദേഹം വരച്ച ഈശ്വര ചിത്രങ്ങളാണ്. അദ്ദേഹം ഹിന്ദു ആയിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം വരച്ച ചിത്രങ്ങളെല്ലാം തന്നെ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളാണ്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ
അതിൽ ഹിന്ദു ദൈവങ്ങളിലെ പുരുഷന്മാർക്കെല്ലാം മീശയുണ്ടെന്നുള്ളതാണ്. നമുക്കിതിൽ പരമശിവൻ താണ്ഡവം ചവിട്ടുന്ന ശിവനാണെങ്കിലും ഗംഗാദേവി ആവാഹിക്കുന്ന ശിവനാണെങ്കിലും ഒക്കെ ആ ശിവന് കുടുംബ ഫോട്ടോയിലാണെങ്കിലും മീശയും താടിയും ഒക്കെ ഉണ്ട്. സരസ്വതി ദേവിയുടെ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ട്, കസവ് സാരി ഉടുത്ത ദേവി. ഒരു പക്ഷേ നമ്മുടെ എല്ലാം വീടുകളിൽ ഹൈന്ദവ ഭവനങ്ങളിൽ സരസ്വതി ദേവിയുടെ ഇതാണ് സരസ്വതി ദേവി എന്ന് വിശ്വസിക്കുന്ന ഒരു രൂപം രാജാ രവിവർമ്മയുടെ ചിത്രം എന്നാണ്. അങ്ങേറ്റം ലക്ഷ്മി ദേവി താമരപ്പൂവിൽ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്, അതും അതുപോലെ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു ദേവിക്ക് മുഖം കൊടുത്തത് അല്ലെങ്കിൽ രൂപം കൊടുത്തത് രാജാ രവിവർമ്മയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രസക്തി ചിത്രരചന മേഖലയിലുമുണ്ട്, കേരളീയ അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരത്തിലും ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഈ സൈഡിൽ ഞങ്ങൾ മോളിൽ ഈശ്വരന്മാർ, തൊട്ടു താഴെ ഈ പ്രൗഢമായ കുടുംബങ്ങൾ അല്ലെങ്കിൽ ധനപരമായി മികവാർന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾ, അതിന് തൊട്ടു താഴെ അത്തരം കുടുംബങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർ, പ്രഭുക്കന്മാർ, ഇന്ത്യക്കാരുമുണ്ട്, വിദേശികളുമുണ്ട്, രാജാക്കന്മാരുമുണ്ട്. അതിൻ്റെ താഴെ സാധാരണ സ്ത്രീകളാണ്. അദ്ദേഹം മോഡലാക്കിയ സാധാരണ സ്ത്രീകളുടെ ചിത്രമാണ്. മുകളിലത്തെ വരി മുഴുവൻ, ഏറ്റവും മുകളിൽ കാണുന്ന മറ്റു ഭാഗങ്ങൾ മുഴുവൻ ഇതിഹാസ പരാമർശികളായ കഥാപാത്രങ്ങളാണ് അദ്ദേഹം വരച്ചിട്ടുള്ളത്. ശകുന്തള മുതൽ താഴേറ്റം ജഡായു വരെയുള്ള ചിത്രങ്ങൾ ഇതിഹാസ പരാമർശികളാണ്. ഏതെങ്കിലുമൊക്കെ മഹാഭാരതത്തിലോ രാമായണത്തിലോ ഒക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ. ഈ കാണുന്നത് ഞാനൊരു സെക്ഷനാക്കി വെച്ചു എന്നേ ഉള്ളൂ. ഒരു അമ്മയും കുഞ്ഞും സെക്ഷൻ ആണ്, അല്ല എല്ലാ സ്ത്രീകളോടൊപ്പം ഒരു കുഞ്ഞു കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചിത്രങ്ങളെ ഇതിഹാസമാണ് അത് അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു എന്നാണ്. ആ കോർണറിൽ കാണുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കാം, അടുത്ത് കാണുമ്പോഴറിയാം വിവിധ തരം പെൻസിലുകൾ, ക്രയോൺസ്, സ്കെച്ച് പെൻസ്, വാട്ടർ കളർ, അതുപോലെ ഓയിൽ പേസ്റ്റൽ എന്ന് പറയുന്ന പ്രത്യേകതരം, അതുപോലെ അക്രലിക്, ഓയിൽ പെയിൻറ്റ്സ്, അതുപോലെ വാട്ടർ കളർ പെൻസിലുകൾ, അങ്ങനെ ഈ നിലവിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന മുഴുവൻ മെറ്റീരിയൽസും ആണ് ഫ്രെയിം ചെയ്തത്. ഇപ്പോൾ കുട്ടിക്ക് ഇവിടെ വന്നാൽ എന്താണ് ഈസൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈഡിൽ നോക്കിയാൽ അവർക്ക് ചിത്രകാരന്മാർ പുറം ഔട്ടർ സൈഡിൽ പോയിരുന്ന് വരയ്ക്കുന്ന ആൾ എന്തിന് ഈ സ്റ്റാൻഡ് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുമോ ഇവിടെ? ഇതിപ്പോൾ കൊടുക്കാറില്ല, പക്ഷെ ഡ്രോയിങ് ക്ലാസ്സിൽ പറ്റും. ഇതിപ്പോൾ ഞാൻ മറ്റുള്ളവരെ പ്രദർശിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളല്ലേ, അത് ഉപയോഗിക്കുമ്പോൾ അത് പ്രോപ്പറായി ഉപയോഗിക്കണമെന്നില്ല. പക്ഷേ ഡ്രോയിങ് ക്ലാസ്സിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങളിപ്പോൾ 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിവിധ വിഷയങ്ങൾ അല്ലെങ്കിൽ വിവിധ വിഷയങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് അവരുടെ പുതിയ പുതിയ ആശയങ്ങളെ ചിത്രീകരിക്കാൻ വേണ്ടുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് തയ്യാറായി. അത് പഠിപ്പുരയിലാണ്. ഇപ്പോൾ ഈ ഒരു 5-10 ദിവസത്തിനകത്ത് അത് പ്രിൻ്റ് ചെയ്ത് പുറത്തു വരും മുഴുവൻ കുട്ടികൾക്ക്. അത് 1 മുതൽ 9 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വിഷയം കൊടുത്താൽ എന്തൊക്കെ വരയ്ക്കണം, അപ്പോൾ അതിനകത്ത് എന്തെല്ലാം വേണം, അതിനെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണത്. ഗായത്രിയും വീണ രാജേഷും കൂടെ ചേർന്നാണ് ആ പുസ്തകങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളുടെ ഇടയ്ക്ക് ഈ ചിത്രം വെച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ഇല്ല, അതിന് ഒരു കൗതുകം എന്നോണം വെച്ചെന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ രാജാ രവിവർമ്മ ചിത്രങ്ങൾ ഗൂഗിളിലും അല്ലാതെയൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിശ്വപ്രസിദ്ധരായ ഒരുപാട് ആൾക്കാരെ ഒരു ക്യാൻവാസിൽ ആവാഹിച്ച് വരച്ചതാണ്. ചിത്രകാരൻ ആരാണെന്ന് പോലും അറിയില്ല. പക്ഷെ അതിനൊരു വലിയ കൗതുകം എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ, ഗാന്ധിജി, കാറൽ മാർക്സ്, വിവേകാനന്ദൻ ഉൾപ്പെടെ ഈ ഭൂമിയിലെ പ്രഗത്ഭരായ ആൾക്കാരുടെ മുഖം മുഴുവൻ അല്ലെങ്കിൽ അവരുടെ ശരീരവും കൂടി ഇതിനകത്ത് ഒരു ക്യാൻവാസിനകത്ത് ആവാഹിച്ചിട്ടുണ്ട്. അതിനൊരു അർത്ഥമൊന്നുമില്ല, പരസ്പരം സംസാരിക്കുന്നതായിട്ട് നിൽക്കുന്നതായിട്ട് നടക്കുന്നതായിട്ടും ഒക്കെ ആണെങ്കിൽ പോലും അത് കല, കായിക, ശാസ്ത്ര, രാഷ്ട്രീയ മേഖലയിൽ മുഴുവൻ ആൾക്കാരുടെ മുഖങ്ങളും അതിനകത്ത് അയാൾ ആവാഹിച്ചിട്ടുണ്ട്. അതൊരു കൗതുകമായി വെച്ചു എന്നുള്ളൂ. രാജാ രവിവർമ്മയായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. കാലങ്ങൾ കഴിഞ്ഞാലും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി പുറത്തുനിന്ന് വരുന്ന രക്ഷകർത്താക്കൾക്കൊക്കെ ഇതിനകത്ത് കയറി കാണുന്നതിനുള്ള അവസരമുണ്ട്. അതായത് ഏതിൻ്റെയും അവസാനം എന്ന് പറയുന്നത് ഒരു നിർവൃതിയിലെത്തുക, അല്ലെങ്കിൽ അതാണ് അവിടെ എത്തിച്ചേരാൻ കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന ഒരു വഴി, അത്രയേ ഉള്ളൂ. ആർക്ക് വന്നാലും ഇവിടെ ഇത് പ്രദർശിപ്പിക്കുമോ? തീർച്ചയായിട്ടും ആര് വന്നാലും ഇത് കാണിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നില്ലേ, കുട്ടികൾ പഠിക്കുന്നുണ്ട്, അതിനകത്ത് അവരുടെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം നമുക്കിത് കാണാം, കണ്ടുപോകുന്നതിന് തടസ്സമില്ല. സാർ, ഇനിയും ഇങ്ങനെയുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മളെ ഈ സ്കൂളിനകത്ത്
ഇപ്പോൾ തന്നെ ഓൾറെഡി ഒരു ചരിത്ര മ്യൂസിയം വർക്ക് ചെയ്യുന്നുണ്ട്. ഗാർഹിക മ്യൂസിയമാണ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്ത് കൃഷിപ്പണിക്ക് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അല്ലെങ്കിൽ കൃഷിപ്പണി സാധനങ്ങൾ, അതുപോലെ തന്നെ വീടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിവിധ സാധനങ്ങൾ, ഇതിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. ഒപ്പം ഈ വേറൊരു പണിപ്പുരയിലൂടെയാണ് കുട്ടികളുടെ ഒരു പ്രോജക്റ്റായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് 44 ക്ലാസ് മുറികളുണ്ട്. ഓരോ ക്ലാസ് മുറികളും ഓരോ വിഷയത്തെ അധികരിച്ച് വിജ്ഞാനം നൽകുന്ന ചിത്രങ്ങൾ, ചിത്രങ്ങൾ വെക്കുക എന്നുള്ളതാണ്. ഫ്രെയിം ചെയ്ത് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഓരോ വിഷയം, ഇപ്പോൾ ഒരു റൂമിന് ജുറാസിക് വേൾഡ് എന്നുള്ള പേരാണ് കൊടുക്കുന്നതെങ്കിൽ ജുറാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവികൾ, പക്ഷികൾ, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ഭാരം, എത്ര വർഷം മുമ്പാണ് ജീവിച്ചിരുന്നത്, അത് സസ്യബുക്കായിരുന്നോ മാംസബുക്കായിരുന്നോ, അത് എഗ് ലേയിങ് ആണോ അല്ലെങ്കിൽ അത് മാമലാണോ, അങ്ങനെ ആ ജീവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ആ റൂമിനകത്ത് ചിത്രീകരിക്കും. ഒരു മുറി നമ്മൾ സ്പേസിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. VSSC ISROയും ലോകത്ത് നടന്ന അത്ഭുതകരങ്ങളായ വാന നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് കയറുന്ന ഒരു കുട്ടിക്ക് റോക്കറ്റ് എന്താണ്, സാറ്റലൈറ്റ് എന്താണ്, ആദ്യത്തെ റോക്കറ്റ് എന്താണ്, ആരാണ്, ഏത് രാജ്യമാണ് വിക്ഷേപിച്ചത്, എന്താണ് സൗണ്ട് റോക്കറ്റ്, അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ എങ്ങനെയാണ് വിക്ഷേപിക്കുന്നത്, സാറ്റലൈറ്റുകൾ റോക്കറ്റിൻ്റെ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ആ സാറ്റലൈറ്റ് നമുക്ക് തരുന്നത്, അങ്ങനെയുള്ള വിശദങ്ങൾ മുഴുവൻ ആ ഒരു റൂമിനകത്തുണ്ടാവും. സ്പേസ് റൂം എന്നാണ് അതിന് നമ്മൾ പേരിട്ടത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പ്രമാണിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ തന്നെയാണ് അതിൻ്റെ ഇൻഫർമേഷൻ, ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ കുട്ടികളുടെ അവരുടെ നല്ല മനോഹരങ്ങളായ കൈപ്പടയുള്ള കുട്ടികളെ കൊണ്ട് തന്നെയാണ് അത് എഴുതിക്കുന്നത്. നല്ല പ്രിന്റ് ചെയ്ത് വയ്ക്കുകയല്ല. നമ്മൾ പേപ്പർ വാങ്ങിക്കൊടുത്ത് കുട്ടികൾ നല്ല മെഴുവാർന്ന കൈപ്പടയിൽ എഴുതുകയാണ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഡിസംബർ ജനുവരിയോടുകൂടി മുഴുവൻ പ്രോജക്റ്റും പൂർത്തിയാവുന്നതാണ്. തുടങ്ങിയിട്ട് 2 വർഷമായി, പൂർത്തിയാവുന്നുള്ള പ്രതീക്ഷയിലാണ്. പുതുതലമുറയിലേക്ക് അറിവുകൾ പകരാനായി പേയാട് കണ്ണാശ മിഷൻ ഹൈസ്കൂൾ സജ്ജമാക്കിയിരിക്കുന്ന ഈ ആർട്ട് ഗാലറി തീർത്തും പ്രശംസനീയമാണ്.